യേശുക്രിസ്തുവിൻ്റെ ജനനം ആഘോഷിക്കുന്ന ഈ ക്രിസ്മസ് ദിനത്തിൽ എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ. യേശുവിൻ്റെ ജനനം എല്ലാവർക്കും അറിയാം. യേശു ജനിച്ചത് എവിടെ എന്നും അറിയാം. യേശുവിൻ്റെ അമ്മയായ മറിയത്തെ അപ്പനായ യോസഫിനെയും നോക്കുക. ഈ രണ്ടുപേരുടെയും മനോഭാവം എത്ര ശ്രേഷ്ഠമാണ്. മറ്റൊരാൾക്ക് കുറവുണ്ടെങ്കിലും അത് ലോകം അറിയരുത് എന്നാഗ്രഹിക്കുന്ന നല്ല മനസ്സുള്ള ഒരു ഭർത്താവ്. ലോകം തന്നെ പഴിക്കുമെങ്കിലും ദൈവത്തിൻ്റെ വാക്കിന് തൻ്റെ ജീവിതം സമർപ്പിക്കുന്ന, മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കുന്ന നല്ലൊരമ്മ. അവരുടെ കുടുംബത്തിലാണ് ലോക രക്ഷിതാവായ യേശു പിറക്കുന്നത്. ഓരോ വർഷവും ക്രിസ്മസ് വരും. പക്ഷേ നാം ചിന്തിക്കേണ്ടത്, നമ്മൾ ഒരുക്കുന്ന പുൽക്കൂട്ടിലാണോ അതോ പരസ്പരം ചേർത്ത് പിടിക്കുന്ന, ദൈവവചനം അനുസരിക്കുന്ന നമ്മുടെ കുടുംബങ്ങളിലാണോ യേശു പിറക്കേണ്ടത്? യേശു കർത്താവ് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിൽ വസിക്കാനാണ്. അതിനായി നിങ്ങളുടെ ഹൃദയം ദൈവത്തിൽ സമർപ്പിക്കുക. സമാധാനവും സന്തോഷവും എന്നും നിങ്ങളുടെ കുടുംബത്തിൽ നിറയുന്ന ക്രിസ്മസ് ദിനരാത്രങ്ങൾ ആയി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. ദൂരെ നിന്നും ദൂരെ ദൂരെ നിന്നും മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. ദൂരെ ദൂരെ നിന്നും മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യതാരം തിളങ്ങി നിന്നു. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യതാരം തിളങ്ങി നിന്നു. മാലാഖമാരവർ വാനവീഥികളിൽ സ്തുതിഗീതങ്ങൾ പാടി. മാലാഖമാരവർ വാനവീഥികളിൽ സ്തുതിഗീതങ്ങൾ പാടി. ദൂരെ നിന്ന് ദൂരെ ദൂരെ നിന്ന് മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. മഞ്ഞിൻ തുള്ളികൾ തഴുകിയുറങ്ങും ബേത്ലഹേമിൻ വഴികളിലൂടെ. മഞ്ഞിൻ തുള്ളികൾ തഴുകിയുറങ്ങും ബേത്ലഹേമിൻ വഴികളിലൂടെ ഒരു പുൽക്കൂടിൽ തേടി, ദേവസുതനെ തേടി ഇടയന്മാരുമണഞ്ഞല്ലോ. അവർ കാലിത്തൊഴുത്തു കണ്ടു, അവർ സ്വർഗീയ ഗാനം കേട്ടു. അവർ കാലിത്തൊഴുത്തു കണ്ടു, അവർ സ്വർഗീയ ഗാനം കേട്ടു. മരിയാസുതനായി പുൽക്കൂട്ടിൽ മരു മിശിഹാനാഥനെ കണ്ടു.
മിശിഹാനാഥനെ കണ്ടു. ദൂരെ നിന്ന് ദൂരെ ദൂരെ നിന്ന് മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി.